ഞാൻ പറഞ്ഞു വരുന്നത് ബുദ്ധി പൂർണ്ണമായി നശിച്ചിട്ടില്ലാത്ത, തകർന്നിട്ടില്ലാത്ത ഏത് സൈക്കോളജിക്കൽ കേസസും സൈക്കാട്രിക് കേസസുകളും ശരിയാക്കിയെടുക്കാൻ പറ്റും. കാരണം അവർക്ക് സ്പിരിച്വൽ ഹീലിംഗ്, ആത്മീയമായ ചികിത്സകൾ ആവശ്യമുണ്ടാവും. അതുപോലെ കൗൺസിലിംഗ്, ഗൈഡൻസ്, ഫാമിലി കൗൺസിലിംഗ് ആവശ്യമുണ്ടാവും. കാരണം ഈ പ്രോബ്ലംസ് ഇപ്പോൾ ഒരു കുട്ടികൾ, സാധാരണഗതിയിൽ കുട്ടികളിൽ കാണുന്ന പ്രോബ്ലംസിൻ്റെ കാരണം അവരല്ല, മാതാപിതാക്കളാണ്. കാരണം മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന എമോഷണൽ ട്രാൻസ്ഫറൻസ് ആണ് അതിൻ്റെ പിന്നിലുണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ ഫാമിലി കൗൺസിലിംഗ് വേണ്ടി വരും. അതിനും അപ്പുറത്തേക്ക് ചിലവ് അവരെ പേഴ്സണാലിറ്റി കോച്ച് ചെയ്ത് ശരിയാക്കി എടുക്കേണ്ടി വരും. ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ് വേണ്ടി വരും. അപ്പോൾ ഈ രീതിയിൽ പല തട്ടിലൂടെ, പല ഭാഗങ്ങളിലൂടെ ഈ ആൾമോസ്റ്റ് എല്ലാ കേസസുകളും ശരിയാക്കി എടുക്കാൻ പറ്റും. ചില ആളുകൾക്ക് മരുന്നിൻ്റെ സഹായം വേണ്ടി വരും. കേസിൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് അവരെ റെഫർ ചെയ്യും. അപ്പോൾ റൊക്കിയ ചെയ്തിട്ടും, അതുപോലെ പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ക്ലീൻസിങ് പ്രൊസീജിയർ, അതുപോലെ ട്രാൻസ്പേഴ്സണൽ കൗൺസിലിംഗ്, കൊഗ്നേറ്റീവ് ബിഹേവിയറൽ കൗൺസിലിംഗ്, അതുപോലെ ഹോളിസ്റ്റിക് ഹീലിംഗ് ഫോർ അവർ ഫിസിക്കൽ പ്രോബ്ലംസിനും കൂടെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അവർ ഹെൽത്തിന് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ അവർക്കുണ്ടാകുന്ന പിന്നെ ട്രോമാസും ഡിസേബിളിംഗ് ആറ്റിറ്റ്യൂഡിനെല്ലാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. എന്തായിരുന്നാലും ആളുകൾ സഹകരിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പം 1, 2, 3, 4 ആവർത്തിച്ച കൗൺസിലിങ്ങിലൂടെ ആയിരിക്കണം. ചിലപ്പോൾ ആഴ്ചയിൽ 1, 2 കൗൺസിലിംഗ് വേണ്ടി വരും. ചിലപ്പം 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ഒരു കൗൺസിലിംഗ്. ചില കേസസ് അങ്ങനെ സുദീർഘമായി നിൽക്കും. ചിലപ്പം ഇവിടെ അടുത്തൊരു കേസ് ഉണ്ടായി. 1 വർഷം കൊണ്ടാണ് ബുദ്ധി പറ്റ പോയ ഒരു കുട്ടിയെ തിരിച്ചെടുത്തത്. 1 വർഷം കൊണ്ടാണ്. അൽഹംദുലില്ലാ, കുട്ടി വിവാഹത്തിലേക്ക് തിരിച്ചു വന്നു. മനസ്സിലായില്ല, വിവാഹ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഈ രീതിയിൽ ഏത് കേസസും ശരിയാക്കി എടുക്കാൻ കഴിയും എന്നാണ് നമുക്ക് പറയാൻ.